ഹായ് ഹലോ നമസ്കാരം. ടെക്സഞ്ചേരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഒരു എന്താ പറയുക, ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഒരു ചെറിയൊരു സംഘടന തുടങ്ങി. അച്ഛാ, സംഘടനയുടെ പേരെന്തായിരുന്നു? കുവൈറ്റ് കേരള ഇൻഫ്ലുവൻസേഴ്സ് അസോസിയേഷൻ. അപ്പോൾ ഇതിൻ്റെ ഒരു അജണ്ട എന്ന് പറയുന്നത് നമ്മൾ ഒരു കൂട്ടം സുഹൃത്തുക്കൾ, അതായത് കുവൈറ്റ് വ്ളോഗ് ചെയ്യുന്നവർ, എൻ്റർടൈൻമെൻറ്റ് എല്ലാവരും ഉണ്ട്. ഇവരെല്ലാം കൂടെ കൂടിയുള്ള ഒരു സംഘടനയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു സുഹൃബന്ധത്തിൽ നിന്ന് കിട്ടുന്ന ദൈവം തരുന്ന ഒരു അനുഗ്രഹം, അതിൽ ഒരു പങ്ക് മറ്റുള്ളവർക്കും കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ സംഘടന രൂപീകരിച്ചേക്കുന്നത്. പിന്നെ പല രീതിയിലുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ ഈ സുഹൃത്തുക്കളെല്ലാം പാസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പല കൈത്താങ്ങാവേണ്ട പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പ്രവൃത്തി കാര്യങ്ങളെല്ലാം മുമ്പോട്ടെടുക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ ബബുള്ളയിൽ എത്തിയേക്കുവാണ്. കിറ്റ് വിതരണം, അതായത് റംദാൻ്റെ ഈദ് കിറ്റ് വിതരണമായിട്ട് എത്തിയേക്കുവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം നമ്മളുടെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട് മുമ്പോട്ടുള്ള കാര്യങ്ങൾ. അച്ഛാ, ഇനി നമ്മുടെ ഈ സംഘടനയുടെ പ്രവർത്തനത്തിന്റെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു അജണ്ട നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് നമ്മൾ ഈ ഒരു ഗ്രൂപ്പാണ്. ഇതിനകത്ത് ഇനിയും ഇൻഫ്ലുവൻസേഴ്സിന് സ്വാഗതം ചെയ്യുന്നു നമ്മൾ എല്ലാവരും. പക്ഷേ ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മളിൽ കിട്ടുന്ന ഒരു അനുഗ്രഹം, നമുക്ക് എല്ലാവർക്കും ഇവിടെ വിസയിൽ വന്ന് ഇവിടെ ഈ ഒരു ലോകത്ത് വന്ന്, അല്ലെങ്കിൽ കുവൈറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ വന്നിട്ട് ഇതിൻ്റെ കിട്ടുന്ന ഒരു തുകയിലെ ഒരു സാലറിയുടെ ഒരു പങ്ക് മാസം മാറ്റി വെച്ചാൽ മതി. ഒരു 5 ദിനാറ് മാറ്റി വെച്ചെന്നും പറഞ്ഞൊന്നുമില്ല. അപ്പോൾ അത് എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചാൽ വലിയൊരു സംഖ്യയാവും. ആർക്കെങ്കിലുമൊക്കെ ഒരു കൈത്താങ്ങാവാൻ പറ്റും. ഇതാണ് നമ്മുടെ അജണ്ട. ഇതിന്റെ നമ്മുടെ മുമ്പോട്ടുള്ള കാര്യപരിപാടികൾ എന്താണ്? മുമ്പോട്ടുള്ള കാര്യപരിപാടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും വ്ളോഗ് കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നുണ്ട് ഇവിടെ കുവൈറ്റിൽ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് നമ്മളുടെ ഈ ഹോട്ടലുകളാണെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ് ഇവരുടെ അടുത്ത് പറയുമ്പോഴത്തേക്ക് 100 പേർക്കിടെ ആഹാരം കൊടുക്കുന്ന സ്ഥാനത്ത് നമുക്ക് 50 പേരുടെ പിരിവിട്ടാൽ മതി, അല്ലേ? ആ 50 പേരുടെ കോൺട്രിബ്യൂഷൻ മതി. ബാക്കി 50 പേരുടെ നന്മ മനസ്സായിട്ടുള്ള ഈ ഒരു സൂപ്പർ മാർക്കറ്റ്, ഏതെങ്കിലും ഹോട്ടൽ ഫ്രണ്ട്സോ ഓണർമാർ നമുക്ക് ഒരു കോൺട്രിബ്യൂഷൻ കിട്ടും. അതാണ് അവർക്ക് വേണ്ടി നമ്മൾ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്കും ഒരു നന്മയാവും, നമ്മുടെ ഒരു ഗ്രൂപ്പിനും ഒരു സന്തോഷമാവും, അവർ കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന അവർക്കും ഒരു അനുഗ്രഹമാവും. ഇതാണ് നമ്മുടെ മുന്നോട്ടുള്ള ഭാവി പരിപാടികൾ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇപ്പം നമുക്ക് ബാക്കിയുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. നമ്മുടെ ഫുഡ് വിതരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഷമീർ ബ്ലോഗ്സ് വന്നിട്ടുണ്ട്. ഷമീർക്ക് എന്താണ് എന്താ പറയാം, നമ്മുടെ ഈ അച്ചായൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ എന്നാലും ചില ആൾക്കാർക്ക് സംശയമുണ്ട്, എന്താണ് നമ്മുടെ സംഘടനയെ പറ്റി ഉള്ളൊരു സംഘടനയെ പറ്റി എന്ന് പറയുമ്പോൾ നമ്മളും ഒരേപോലെ ചിന്തിക്കുന്ന കുറച്ച് ആളുകളുടെ ഒരു കൂട്ടായ്മ. തീർച്ചയായും അതാണ് ഒരേപോലെ ചിന്തിക്കുന്ന എന്തുമാകാം. അത് ചില ആളുകളെ സഹായിക്കുന്നതാകാം, നമ്മൾ ചില പ്രോഗ്രാമുകൾ നടത്തുന്നതാകാം, നമുക്ക് ചില എൻ്റർടൈൻമെൻറ്റ് പരിപാടികൾ നടത്തുന്നതാകാം. അങ്ങനെ എന്തുമാകാം നമ്മൾ ഈ സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അപ്പോൾ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഒരേപോലെ ചിന്തിക്കുന്ന, ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മൾ ഇതുപോലുള്ള വീഡിയോസുകൾ ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ ആകാം, അല്ലേ? അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. പല ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് ഈ സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മളെല്ലാവരും സുഹൃത്തുക്കളായിട്ടിരിക്കുക എപ്പോഴും. അതാണ് ഒരു സഹകരണം. അതാണ് പാര വെക്കാതെ. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ചെറിയൊരു ഇഫ്താർ കിറ്റ് വിതരണമാണ്. നമ്മളുമായി സഹകരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ ചെറിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളോട് സഹകരിക്കാൻ ഇങ്ങോട്ട് താല്പര്യപ്പെട്ട് വന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരോടും സഹകരിച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പരിപാടി എടുത്ത പോലെ ഇന്നൊരു ഇഫ്താർ കിറ്റ് വിതരണമാണ്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരോടും മെഹബുള്ളിൽ വന്നിരിക്കുകയാണ്. പിന്നെ നമുക്കറിയാം, ചാരിറ്റിയുടെ ഒരു ആളാണ് നമ്മുടെ ഷാമൻ പൊൻകുന്നം, മിസ്റ്റർ ഷാമൻ പൊൻകുന്നം. മിസ്റ്റർ ഇങ്ങോട്ട് പോകും. അപ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞല്ലോ, പിന്നെ കൂടുതൽ നമ്മൾ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. ഓക്കെ, ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. കുവൈറ്റ് കേരള ഇൻഫ്ലുവൻസേഴ്സ് അസോസിയേഷൻ്റെ ഒത്തൊരുമയുടെ ഭാഗമായിട്ടുള്ള ഒരു ഭക്ഷണ വിതരണമാണ് ഇവിടെ നടക്കുന്നത്. ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ ഒത്തൊരുമ. ഇനിയും നമ്മുടെ ഈ ഒരു ഒത്തൊരുമയിലേക്ക് ധാരാളം സുഹൃത്തുക്കൾ വേണം. നമ്മളുടെ കിട്ടിയ ഒരു വേതനത്തിൻ്റെ ഒരു അംശം മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ഞങ്ങളിവിടെ എത്തിയാണ്. അപ്പോൾ കണ്ടാലറിയാം, ധാരാളം സുഹൃത്തുക്കളാണ് ഇവിടെ എത്തിയേക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നമുക്ക് വേണം. നാളെ ധാരാളം ആൾക്കാർക്ക് സാന്ത്വനമാകാൻ നമ്മളുടെ ഈ ടീം, ഇനി വരാൻ പോകുന്ന സുഹൃത്തുക്കളെ ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, കൊടുക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ
100 ഫുഡാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്നത്. ഒത്തിരി പേരാണ് ഇവിടെ വന്നിരിക്കുന്നത് ഫുഡ് മേടിക്കാനായിട്ട്. എല്ലാവരും ഹാപ്പിയാണല്ലേ? അതെ, ഈ ഒരു അവസരം എന്ന് പറയുന്നത് നമ്മൾ വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. ഇപ്പോൾ അസോസിയേഷൻ ആയ സ്ഥിതിക്ക് അത് നാളെ എല്ലാവർക്കും ഒരു പ്രചോദനമാവണം. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അനുഗ്രഹമായിട്ടുള്ളൊരു നിമിഷം, അതിൽ കൂടുതലൊന്നും പറയാനില്ല. അത്രേ ഉള്ളൂ.